വെൽക്കം ടു അവർ ഫസ്റ്റ് സെഷൻ ഓഫ് ഓറിയന്റേഷൻ. എല്ലാവർക്കും ഓറിയന്റേഷന്റെ ഫസ്റ്റ് സെഷനിലേക്ക് സ്വാഗതം. നമ്മുടെ ഇത്രയും കുറെ നാളായിട്ട് നമ്മൾ ഓറിയന്റേഷൻ കേൾക്കുന്നുണ്ട്. നമ്മൾ അഡ്മിഷൻ ടൈം തൊട്ട് നമ്മൾ ഓറിയന്റേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഓറിയന്റേഷൻ ടൈമിൽ നമുക്ക് ഒരുപാട് കുറെ പുതിയ നോളേജ് ഒക്കെ കിട്ടും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇന്നാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഓറിയന്റേഷൻ ഡേയുടെ ഫസ്റ്റ് സെഷൻ. സോ let me welcome you all wholeheartedly to this first session of orientation July batch BA English Honors 2024 to LearnWise family. And നമ്മളുടെ ഒപ്പം ഇന്ന് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ മെന്റേഴ്സ് ഉണ്ട്. സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് മെന്റർ ഫാത്തിമ മാം, വെൽക്കം യു മാം. ആൻഡ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് Megha ma'am, welcome you too ma'am to this first session. Okay, അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇന്ന് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് സെഷൻ സേ ഹലോ ടു എന്ന സെഷനാണ്. ഒരു ഐസ് ബ്രേക്കിംഗ് സെഷനാണ്, പരിചയപ്പെടുന്ന ഒരു സെഷനാണ്. അപ്പോൾ നമ്മുടെ ലേൺവൈസ് ഫാമിലി ഓറിയന്റേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് 8th എഡിഷൻ ഓഫ് ഓറിയന്റേഷൻ ആണ്. സോ നമ്മുടെ ബ്രോഷറിലൊക്കെ കണ്ട പോലെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. ഓറിയന്റേഷൻ 8.0 ആണ് ഇത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനൊരു തീം കൊടുത്തിട്ടുണ്ട്, ഡിസ്കവർ, ലേൺ ആൻഡ് അച്ചീവ്. സോ നമ്മൾ ഇങ്ങനെ ഒരു തീം കൊടുക്കുമ്പോൾ അത് എന്താണ്, അത് മീൻ ചെയ്യുന്നതെന്നും കൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണമല്ലോ. ഡിസ്കവർ എന്ന ആ ഒരു ടേം ഉണ്ട്, അർത്ഥമാക്കുന്നത് എന്താ. നിങ്ങൾക്ക് എല്ലാവർക്കും ഡിസ്കവർ എന്നുള്ള ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് അർത്ഥം അറിയുകയും ചെയ്യും. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് ഡിസ്കവർ എന്നുള്ളൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും ഇന്ന് ഒരുപാട് സാഹചര്യങ്ങളിൽ നിന്നും പല സാഹചര്യങ്ങളിൽ നിന്നുമാണ് ഇപ്പോ ഒരു പഠിത്തം കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമ്മുടെ ലേൺവൈസ് ചൂസ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോ പല സാഹചര്യങ്ങൾ കൊണ്ടും നിങ്ങൾ ചിലപ്പോ പഠിത്തം പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചവരാവാം, അല്ലെങ്കിൽ പല സാഹചര്യങ്ങൾ കൊണ്ടും റെഗുലർ ആയിട്ടൊരു കോളേജിൽ പോയി പങ്കെടുക്കാൻ പറ്റാതിരുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഇഗ്നോ എന്നൊരു നമ്മുടെ നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തതും ലേൺവൈസിന്റെ സഹായത്തോടു കൂടി നമ്മൾ ഈ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് നിങ്ങളുടെ ലേണിംഗിലേക്കുള്ള BA ഡിഗ്രി പ്രോഗ്രാം ഇംഗ്ലീഷിലേക്കുള്ള നിങ്ങളുടെ ഒരു ഫസ്റ്റ് കാൽവെപ്പ്. ഇവിടെ നിങ്ങൾ ഡിസ്കവർ ചെയ്യാൻ പോകുന്നത്, കണ്ടെത്താൻ പോകുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് എന്നുള്ള ഒരു സിലബസ് മാത്രമല്ല, ആ സിലബസിലെ പേപ്പേഴ്സിനെ കുറിച്ചിട്ടോ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടോ മാത്രമല്ല, അതോടൊപ്പം നിങ്ങൾ കണ്ടെത്തുന്നത്, നിങ്ങൾ ഡിസ്കവർ ചെയ്യുന്നത് നിങ്ങളുടെ കാലിബർ ആണ്, നിങ്ങളുടെ പൊട്ടൻഷ്യൽ ആണ്, നിങ്ങളുടെ ഉള്ളിൽ ഉള്ള എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ, പോസിറ്റിവിറ്റീസ് ആണ്. ഇതിലൂടെയാണ് ഒരു പുതിയൊരു വഴി നിങ്ങൾ ഡിസ്കവർ ചെയ്ത് കണ്ടെത്താൻ വേണ്ടി പോകുന്നത്. അതാണ് ഡിസ്കവർ. നെക്സ്റ്റ് ഇസ് ലേൺ. സോ വാട്ട് ഇസ് ലേൺ? ലേൺ എന്ന് പറഞ്ഞാൽ പഠിക്കുകയാണ്. പഠിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പല സാഹചര്യങ്ങൾ കൊണ്ടും നിങ്ങൾ പഠിത്തം ചിലപ്പോൾ പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ച് ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നവരാവാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് റെഗുലർ ആയിട്ട് പോകാൻ പറ്റാതിരുന്നുകൊണ്ട് നിങ്ങളിപ്പോൾ പഠിക്കുന്നത് ഉണ്ടാവാം. അതുകൊണ്ട് പഠിത്തം എന്ന് പറയുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഇല്ല. ലേണിംഗ് ഹാസ് നോ ലിമിറ്റേഷൻസ്. അത് ഏതൊരു വയസ്സിലും നിങ്ങൾക്ക് ലേൺ ചെയ്യാം. നമ്മൾ ഡെയിലി ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അറിഞ്ഞും അറിയാതെയും പല സാഹചര്യങ്ങൾ കൊണ്ടും പല പാഠങ്ങളും നമ്മൾ ഡെയിലി പഠിക്കുന്നുണ്ട്. സോ ലേണിംഗ് മീൻസ് ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇറ്റ് ഹാസ് നോ ലിമിറ്റേഷൻസ്. ഒരു ഏജോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു മാരേജോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യങ്ങളും പഠിത്തത്തിന് ഒരു ബാരിയർ ആയിട്ട് നിൽക്കുന്നില്ല. എല്ലാ ബാരിയേഴ്സും ക്രോസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. പഠിച്ച് നെക്സ്റ്റ് ഇസ് അച്ചീവ് ചെയ്യേണ്ടത്. എന്ത് അച്ചീവ് ചെയ്യണം? ഗോൾസ്. നിങ്ങളുടെ ഡ്രീംസ്, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹങ്ങൾ നമ്മൾ പറയുമല്ലോ, നമ്മൾ ചെറുതായിട്ടല്ല ആഗ്രഹിക്കേണ്ടത്, വലുതായിട്ടാണ് ആഗ്രഹിക്കേണ്ടത്. വലുതായിട്ട് ആഗ്രഹിച്ചാലേ നമുക്ക് ചെറുതായിട്ടെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആഫ്റ്റർ ലേണിംഗ് വി ആർ അച്ചീവിങ് ഓർ വി വിൽ അച്ചീവ് അവർ ഗോൾസ്, അവർ ഡ്രീംസ് ആൻഡ് വി വിൽ സെറ്റ് അവർ ഫ്യൂച്ചർ. അപ്പൊ ഈ ഡ്രീംസിലൂടെ അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങളിലൂടെ അത് അച്ചീവ് ചെയ്യുന്നതിലൂടെ നമ്മൾ നമ്മളുടെ ഗോൾസും എല്ലാം നമ്മൾ സെറ്റ് ആക്കുന്നു. ആൻഡ് വി വിൽ റീച്ച് ടു അവർ അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ. നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അവിടേക്ക് നമ്മൾ എത്തുന്നു. അവിടേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇവിടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ സെഷനിലൂടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ സപ്പോർട്ട് ആയിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആ സപ്പോർട്ട് എത്രത്തോളം ബെനിഫിറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വേണം. എനിക്ക് നിങ്ങളുടെ മുഖം കാണണം. സോ എല്ലാവരും, നിങ്ങൾ ചിലപ്പോൾ വീട്ടിലായിരിക്കാം അല്ലെങ്കിൽ വർക്ക് പ്ലേസിലായിരിക്കാം, നിങ്ങളുടെ ഒരു ടൈം. യെസ്, താങ്ക് യു നിസാം.
അതേപോലെ എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്തിട്ട് ഒന്ന് ആക്റ്റീവായിട്ടൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തേ. നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് മേഘ മാമും ഫാത്തിമ മാമും ഞാനും ഒക്കെ ഇരിക്കുന്നത്. വർക്ക് പ്ലേസിലാവാം, വീട്ടിലാവാം, അതൊന്നും ഒരു ഇഷ്യൂ അല്ല. നിങ്ങളുടെ ഫേസ് കാണണം, സ്ക്രീനിൽ നിങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. അതാണ് ഈ ഒരു എന്താ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷനും ഇപ്പൊ കിട്ടുന്ന ഒരു എനർജിയും ഈ അക്കാദമിക് ഇയർ അവസാനം വരെ നമ്മളത് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകേണ്ടതാ. അപ്പൊ ഈ ഒരു ചെറിയൊരു ക്യാമറ ഓൺ ആക്കുക എന്നുള്ള ഒരു ചെറിയൊരു കാര്യം നിങ്ങളൊന്ന് ഇനീഷ്യേറ്റ് ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ അവിടെ ഓപ്പൺ ആക്കി വെക്കുന്നത് നിങ്ങളുടെ മൈൻഡാണ്, നിങ്ങളുടെ കോൺഫിഡൻസ് ആണ്, നിങ്ങളുടെ എനർജിയാണ്. സോ ഷാൽ വി ബിഗിൻ? യെസ്, ഓക്കെ. സോ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് സ്കൂളിലോ കോളേജിലോ ഫസ്റ്റ് ഡേ നമ്മൾ പോകുമ്പോൾ നമ്മൾ എന്താണ് ആദ്യമായിട്ട് ചെയ്യാൻ? അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു പേടി ഉണ്ടാവും അല്ലെ? കൂടെയുള്ള കുട്ടികൾ എങ്ങനെയായിരിക്കും, ടീച്ചർ എങ്ങനെയായിരിക്കും? ആ മടി മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യും. ഞാൻ ആരാണ്, എവിടുന്നാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. നമ്മളുടെ മിസ്സുമാരും നമ്മളെ ടീച്ചേഴ്സും നമ്മളെ പരിചയപ്പെടും, നമ്മുടെ ബാച്ച്മേറ്റ്സ് നമ്മളെ പരിചയപ്പെടും. ഇങ്ങനെ ഒരു പരിചയപ്പെടൽ സെഷൻ ആയിരിക്കും നമ്മുടെ ആദ്യത്തെ ദിവസം. നമ്മൾ സ്കൂളിൽ പോയാലോ കോളേജിൽ പോയാലോ ഒക്കെ നമ്മൾ ചെയ്യുന്ന സെഷൻ. അത് തന്നെയാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. നിങ്ങൾ പരസ്പരം നിങ്ങളുടെ ബാച്ച്മേറ്റ്സിനെ പരിചയപ്പെടുന്നു, നിങ്ങളെ കുറിച്ച് പറയുന്നു, അത് നമ്മൾ കേൾക്കുന്നു. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ മനസ്സിലാക്കുന്നു. ഇതൊക്കെയാണ് ജസ്റ്റ് ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ആണ്. അത് മാത്രമല്ല, നിങ്ങളെ വളരെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് നിങ്ങളെ ഈ സെഷനിൽ എനർജറ്റിക് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ഗെയിംസും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഗെയിംസ് ഒക്കെ എല്ലാവരും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ക്യാമറ ഓൺ ആക്കി വെച്ച് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ആരും മടിച്ച് പിന്നോട്ട് നിൽക്കരുത്. നമ്മളൊന്നും എവിടെയും പിന്നിലേക്കല്ല, നമ്മൾ മുന്നിലേക്കാണ് പോകുന്നത്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ലേൺ വൈസിലേക്ക് ജോയിൻ ചെയ്തത്. അപ്പൊ ആ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് നമുക്ക് ആരാണ് ആദ്യം തയ്യാറായിട്ട് ഫ്രണ്ടിലേക്ക് വരുന്നത് പരിചയപ്പെടുത്താൻ? പരിചയപ്പെട്ടാൽ മാത്രം പേര് മാത്രം പറഞ്ഞാൽ പോരാ. പേര് പറയണം, സ്ഥലം പറയണം. അതുപോലെ നിങ്ങളിൽ കോൺഫിഡന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് തോന്നുന്നതും കൂടി നമുക്ക് ഷെയർ ചെയ്യാം. I completed my plus 2 education, so I selected BA English for further study. My home is Bekal. ഒരു ക്വാളിറ്റി പറഞ്ഞേ റാഫത്തിന്റെ. റാഫത്തിൽ അഭിമാനം കൊള്ളുന്ന എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടാവുമല്ലോ, ഉണ്ട്? അതൊന്ന് പറഞ്ഞേ, ഷെയർ ചെയ്തേ, നമ്മളൊന്ന് കേൾക്കട്ടെ. റീഡിംഗ് ഇസ് യുവർ ക്വാളിറ്റി? റീഡിംഗ് ഇസ് യുവർ ക്വാളിറ്റി? റീഡിംഗ് ആണോ ക്വാളിറ്റി? കോൺഫിഡൻസ് അല്ലേ? അപ്പൊ അതാണ് റാഫത്തിന്റെ ക്വാളിറ്റി. കോൺഫിഡൻസ് ആണ് റാഫത്തിന്റെ ക്വാളിറ്റി. ഓക്കെ, റീഡിങ്ങും നല്ലൊരു ഹോബിയാണ്. അത് തുടർന്നും പോവാ, നന്നായിട്ട് വായിക്കുക, നല്ല നല്ല ബുക്കുകളൊക്കെ വായിക്കുക. ഓക്കെ, നല്ല നോളജ് ഗെയിൻ ചെയ്യാം കേട്ടോ. താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് ആരാണ് വരുന്നത്? നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ, പക്ഷെ നമുക്ക് കുറെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാവരും പരിചയപ്പെടണം. ഒരാളൊന്ന് ധൈര്യത്തോടെ ഫ്രണ്ടിലോട്ട് വന്നേ. ജസ്റ്റ് പേര്, സ്ഥലം. ആരാത്? Praveen. Okay. Okay. Good evening, ma'am. Good evening. My name is Praveen Chandran. I work as a medical representative. I belong to Alappuzha. Okay. My family consists 5 members. Quality parayo. Quality, I'm a hard worker. Very good, Praveen. Very good. ഹാർഡ് വർക്ക് ആയതുകൊണ്ടാണല്ലോ പ്രവീൺ ഇവിടെ ജോലി തിരക്കിന്റെ ഇടയിൽ പഠിക്കാനുള്ള തീരുമാനം എടുത്തത്. സോ വെരി ഗുഡ്. ഓക്കെ, അപ്പൊ പ്രവീണിനെ പരിചയപ്പെട്ടു, റാഫത്തിനെ പരിചയപ്പെട്ടു. ഇനി അടുത്തത് ആരാ വരുന്നേ? ബിപിൻ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയും. ഹലോ. ഹായ്. മിസ്, എന്റെ പേര് ബിപിൻ ബെന്നി. എന്റെ വീട് ഇവിടെ കൊച്ചിയാണ്, നമ്മുടെ എയർപോർട്ടിന്റെ അടുത്ത് കുന്നേര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ഡിപ്ലോമ പഠിച്ചാണ് ഇൻസ്ട്രുമെന്റേഷൻ. ഇപ്പൊ നിലവിലൊരു 3 കൊല്ലമായിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പൊ ഇവിടെ പാലക്കാട് ഒരു ഇൻഡസ്ട്രിയൽ പ്ലാന്റ് ഇൻചാർജ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ക്വാളിറ്റി ആയിട്ട് ഞാൻ എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിരിക്കുള്ളൂ. അതാണ് എന്റെ ക്വാളിറ്റി. ഓക്കെ, അതൊരു നല്ല ക്വാളിറ്റി ആണല്ലോ. അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ള ആൾക്കാർക്കാണ് നന്നായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലേ? പിന്നെന്താ? പിന്നെ ഓക്കെ, താങ്ക് യു ബിപിൻ. മിസ്. നെക്സ്റ്റ് ഞാൻ പറഞ്ഞോട്ടെ? പറയൂ. ഓക്കെ, എന്റെ പേര് മെബിൻ എന്നാണ്, മെബിൻ തങ്കച്ചൻ. ഞാൻ എറണാകുളം ആലുവയിൽ നിന്നാണ്.
വരുന്നത്. ഉം. വീട്ടില് അച്ഛൻ അമ്മ ആ. രണ്ടുപേരാണുള്ളത്. മഴയൊക്കെ എങ്ങനെയുണ്ട് ബേബി? അത്യാവശ്യം നല്ല രീതിക്കുണ്ട് മഴ. നന്നായിട്ടുണ്ട്. ഓക്കെ, പറയൂ, ഒരു ക്വാളിറ്റി പറയൂ. ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഫാസ്റ്റ് ലേണർ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്തും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു ഓക്കെ, അതൊരു നല്ല ക്വാളിറ്റി ആണല്ലോ. കുറച്ച് സമയം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റും എന്നാണ് ഞാൻ പഠിച്ചെടുക്കാം. വിചാരിക്കുന്നത്. ഉം. അതായത് ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഒരു ദുബായ് കമ്പനിയാണ് വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി ഉം. ഉം. ഇന്റർനാഷണൽ ട്രേഡിംഗ് ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഞാൻ ഉം. പഠിച്ചതായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു പീടിയാണ്. ഉം. ഉം. ഞാൻ ലോജിസ്റ്റിക്സാണ് പഠിച്ചത്. ഉം. 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 പക്ഷെ ഒരു 2-3 ദിവസം കൊണ്ട് ഞാൻ പരിപാടി പോയി പഠിച്ചെടുത്തു. അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ അവിടെ ചെന്നാൽ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു ഓ. അപ്പൊ അതുകൊണ്ട് കോൺഫിഡൻസ് ഉണ്ട്. പെട്ടെന്ന് പഠിച്ചെടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് നല്ലൊരു റാങ്ക് ഹോൾഡർ ഒക്കെ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, അതുപോലെ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മെബിൻ. നെക്സ്റ്റ്, നിസാം. യെസ്, വരൂ. ഞാൻ നിസാമുദ്ദീൻ, മലപ്പുറമാണ് വീട്. ചെറുതായിട്ട് ബിസിനസ് ഒക്കെ ചെയ്ത് അങ്ങനെ തട്ടിമുട്ടി പോകുന്നു. പിന്നെ കുറച്ചു കാലമായി +2 കഴിഞ്ഞിട്ട് ആ. കല്യാണം കഴിഞ്ഞതാണ്. പിന്നെ ഉം. ഡിഗ്രി ചെയ്യണം തോന്നി. ഞാൻ ഡിഗ്രി പോയിട്ട് ബികോമിന് പോയിട്ട് കംപ്ലീറ്റ് ആവാതെ നിർത്തിയതായിരുന്നു. ഉം. ഒരു 6-8 മന്ത് പോയിട്ട് ഒരു സെമസ്റ്റർ പോലും എഴുതിയിട്ടില്ല. ബികോം ആയിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. ഉം. അപ്പൊ എനിക്കൊന്നും കൂടി ഒന്ന് ചെയ്ത തിരക്കില്ല എന്നിട്ട് തോന്നി. അപ്പൊ ഉം. ഞാനങ്ങനെ ഒരു ക്വാളിറ്റി പറയും. ഫുൾ ക്വാളിറ്റീസ് ആണ്. മാനേജ്മെന്റ് കപ്പാസിറ്റി, ആ, ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ പറയാം. ഓക്കെ, ശരി. നാട്ടിൽ 1-2 സംഘങ്ങളുടെ ലീഡർഷിപ്പ് ചെയ്യുന്നുണ്ട്. അല്ല, ലീഡറാണ് പാർട്ടിയിലും സോഷ്യൽ വർക്കിന്റെ പാർട്ടിയിലൊക്കെ ഉണ്ടോ? പാർട്ടിയിലൊക്കെ ഉണ്ടോ? ചെറുതായിട്ട്. ചെറിയ തോതിൽ. ആ. ജനാധിപത്യ രാജ്യല്ലേ. അതെ അതെ അതെ, ശരി. ഓക്കെ, ഓക്കെ നിസാം, താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് അർവിൻ, ഐഫോൺ ആയിട്ടാണ് ഇരിക്കുന്നത്, അതൊന്ന് മാറ്റിയിട്ടൊന്ന് പേരാക്കൂ. ഹായ് മാം, ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ പേര് ഷെറിൻ ഷമി. ഞാൻ ഇരിഞ്ഞാലക്കുടയിൽ വരുന്നത്. ഞാൻ ആക്ച്വലി ഒരു മോണ്ടിസോറി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ബട്ട് കറന്റ് ഞാൻ ഇല്ല. എൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് റെസ്പോൺസിബിലിറ്റി എനിക്ക് ഇച്ചിരി കൂടുതലാണ്. അതെ, ഞാൻ എന്നെ എന്തെങ്കിലും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്യുമെന്നൊരു ചെറിയ റെസ്പോൺസിബിലിറ്റി ഉള്ളതാണ് എനിക്ക് തോന്നിയ എൻ്റെ ഒരു ക്വാളിറ്റി. വളരെ നല്ല ക്വാളിറ്റിയാണ്, അതുകൊണ്ട് കുറെ പണി കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് നല്ല വർക്ക് കിട്ടി. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ശരി, നെക്സ്റ്റ്. താങ്ക് യു ഷെറിൻ. നെക്സ്റ്റ്, വേഗം വേഗം വരൂ, നമുക്കിത് കഴിഞ്ഞ് ഗെയിംസ് കളിക്കാനുള്ളതാണ്. അപ്പൊ ടൈം ലാഗാക്കാതെ വരൂ. അമിന, യെസ്, ഫ്രം ഗൾഫ് കൺട്രി. Hi all. യെസ്, Hi Miss. I'm Amina Bashir. ഇപ്പോ ഷാർജയിലാണ്, നാട്ടില് കൊല്ലം. ഷാർജയിൽ നിന്ന് വരെ നമ്മള് പഠിക്കാനുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ആമിന വന്നിരിക്കുന്നത്. അതെ അതെ അതെ, ഞാൻ 12th പാസ് ഔട്ട് ആയിട്ട് കുറച്ചായി. 2018 പാസ് ഔട്ട് ആയതാണ്. അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും പഠിക്കാനുള്ള ആഗ്രഹം തിരിച്ച് അത് ഗെയിൻ ചെയ്യണം എന്നുള്ളതുകൊണ്ട് തിരിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ക്വാളിറ്റി എന്ന് പറയുമ്പോ എനിക്ക് തോന്നുന്നു ഐ എം സെൽഫ് സ്റ്റാൻഡേർഡ്. കാരണം ഒറ്റപ്പെട്ട് നിൽക്കുക എന്നല്ല, ഒറ്റയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അതെ, അതുകൊണ്ടുള്ള ഭയങ്കര സ്ട്രോങ് ആണ് ആള്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് വുമൺ അല്ലേ? ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. നെക്സ്റ്റ്, വേഗം വേഗം വരും. ഇനി അടുത്ത ആരെയും എനിക്ക് കാണുന്നില്ല. നെക്സ്റ്റ്, നിങ്ങളുടെ പേരൊന്നും എനിക്ക് അറബിയിലൊക്കെ ഉള്ള കാരണം കൊണ്ട് വായിക്കാനും പറ്റുന്നില്ല. ഓക്കെ, അഞ്ജലി വരും. കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ മോന മൈക്ക് എടുത്ത് സംസാരിക്കും. അതുകൊണ്ട് അഞ്ജലി വേഗം പറയും, അൺമ്യൂട്ട് ചെയ്തിട്ട്. ഇല്ല, അൺമ്യൂട്ട് ചെയ്തിട്ടില്ല, കേൾക്കാൻ പറ്റുന്നില്ല, അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. പറഞ്ഞു കേൾക്കാം.
എൻ്റെ പേര് അഞ്ജലി. ഞാൻ കാസർഗോഡ് ജില്ലയിലാണ് താമസം. ഞാൻ 12th കഴിഞ്ഞിട്ട് കുറച്ചായി. വിവാഹം കഴിഞ്ഞ് 2 കുട്ടികളുണ്ട്. അത് കഴിഞ്ഞ് പറഞ്ഞില്ല. ഞാൻ ഡിഗ്രി ചെയ്യാൻ എനിക്ക് ആഗ്രഹം വന്ന അപ്പം ഇങ്ങനെ ചെയ്യുന്നു. എന്താ വേറെ ക്വാളിറ്റി പറഞ്ഞില്ല. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ക്വാളിറ്റി ആയിട്ട് തോന്നിട്ട് കുറെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതാണ് ഇപ്പൊ എന്റെ ഒരു ശക്തി. നിങ്ങളുടെയൊക്കെ പോസിറ്റിവിറ്റി എന്നിലേക്ക് ഇങ്ങനെ പകർന്നു കിട്ടുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. എല്ലാ വീക്ക്ലി കോളിന്റെയും ഓരോ വീക്ക്ലി കോളിനും എനിക്ക് ഓരോ പോസിറ്റിവിറ്റി എനിക്ക് കിട്ടുന്നു. ഓക്കെ അഞ്ജലി, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. പോസിറ്റീവ് ആയിട്ട് തന്നെ ഇരിക്കുക കേട്ടോ. നെക്സ്റ്റ് ഒന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ആരാ വരുന്നേ? വേഗം ഓടി വരൂ. അത് കഴിഞ്ഞ് അടിപൊളി ഗെയിംസ് ഉണ്ട്. നമുക്ക് മെഗാ മാം ഉണ്ട്, ഫാത്തിമ മാം ഒക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് നിങ്ങളെ കൊണ്ട് ഗെയിം ചെയ്യിപ്പിക്കാൻ. ഞാൻ പറയാം. അൻഷിത. യെസ്. എൻ്റെ പേര് അൻഷിത ഷെറിൻ. ഞാൻ കൊണ്ടോട്ടിന്നാണ് വരുന്നത്. പിന്നെ ഡിഗ്രി സ്റ്റുഡന്റ് ആയിരുന്നു. പിന്നെ മാരേജ് കാരണം സെക്കൻഡ് ഇയറിലായിരുന്നു. അപ്പോ ലീവായി. ഇപ്പോ ഡിഗ്രി BA എടുത്തുകണ്. ബി ആണ്, നമ്മളെല്ലാരും ബി ആണ്. അതെ, BCom ആയിരുന്നു. ഞാൻ BCom സ്റ്റുഡന്റ് ആയിരുന്നു. ബി എ എടുത്തപ്പോ വ്യത്യാസം മനസ്സിലായില്ലേ? ഒരു പോസിറ്റിവിറ്റി കിട്ടിയില്ലേ? ഇപ്പൊ എല്ലാരും പറഞ്ഞില്ലേ ഒരു പോസിറ്റിവിറ്റി വന്നു ചെറുതായിട്ട് വരും. ലാസ്റ്റ് ആകുമ്പോഴേക്കും വരും കേട്ടോ. ഏതാണ് ക്വാളിറ്റി പറഞ്ഞില്ല? ക്വാളിറ്റി ഇപ്പൊ ഇവര് പറഞ്ഞ ക്വാളിറ്റി കോൺഫിഡന്റ്, എല്ലാതും സെൽഫായിട്ട് ഡിസിഷൻ എടുത്തിട്ട് അത് ആ ഓപ്പർച്യൂണിറ്റി എടുക്കാനുള്ള ഒരു അഡ്വഞ്ചർ ആണെന്ന് പറയാം. സെൽഫായിട്ട് നമ്മൾ ഏതൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അതൊരു അഡ്വഞ്ചർ ആണ്. അപ്പൊ ആ അഡ്വഞ്ചർ എടുക്കാൻ തയ്യാറാണ്, അതാണോ? അതും പിന്നെ ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് വരുന്ന പ്രശ്നങ്ങളൊക്കെ പോസിറ്റീവ് മൈൻഡിൽ എടുത്തിട്ട് വെരി ഗുഡ് നോക്കാം. ഓക്കെ, താങ്ക് യു അൻഷിത. പോസിറ്റീവ് ആയിട്ടിരിക്കും കേട്ടോ. നെക്സ്റ്റ് ആരാണ്? നെക്സ്റ്റ് ഇനി ആരുടെയും പേര് വിളിക്കില്ല കേട്ടോ. ഇനി എല്ലാവരും വരണേ. ജയ്ഷ, അങ്ങനെയാണെങ്കിൽ നമുക്ക് തൽക്കാലം ഇൻട്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്താലോ? ഓക്കെ, പകുതി സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. സോ നമുക്ക് ഇനി ഗെയിമിലേക്ക് പോവാം. ഫസ്റ്റ് ഗെയിം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമാണ്. നമുക്ക് ലീഡ് ചെയ്യാനായിട്ട് മേഘ മാം ഉണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് നമുക്ക് ഗെയിമിനെ കുറിച്ചൊക്കെ മേഘ മാം ഇപ്പൊ പറഞ്ഞുതരും കേട്ടോ. ഓക്കെ, സോ ഈ ഗെയിമിന്റെ പേര് വരുന്നത് വൈ അംബാനി വൈ. സോ ഈ ഗെയിം എന്താന്ന് ആക്ച്വലി വെച്ചാൽ നമ്മൾ ഇവിടെ നമ്മളുടെ ഏതെങ്കിലും ഒരു BGM പ്ലേ ചെയ്യും. അതായത് നമുക്കൊക്കെ പരിചയമുള്ള ഏതെങ്കിലും ഒരു BGM ഇവിടെ പ്ലേ ചെയ്യും. അത് ഏത് മൂവിയിലെന്നാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അതാണ് ഈ ഗെയിം വരുന്നത്. സോ നമുക്ക് എല്ലാവർക്കും ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ആദ്യം ആൻസർ കിട്ടുന്നവർക്കൊക്കെ കയറിയിട്ട് ആൻസേഴ്സ് ഒക്കെ വിളിച്ച് പറയാം. അതൊക്കെ നമ്മൾ കേൾക്കാൻ വേണ്ടി റെഡി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്ത് ആൻസറും നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ഏത് സിനിമ ആയിക്കോട്ടെ അതൊക്കെ പറയാം. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോവാം. യെസ്. ഓക്കെ. Sagar alias Jack. In the shadi. Let's party. Let's party in the shadi. ആരോ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. 20ാം നൂറ്റാണ്ട്. 20ാം നൂറ്റാണ്ട്. വേറെ ഏതെങ്കിലും ആൻസേഴ്സ് വരുന്നുണ്ടോ? വേറെ ആർക്കും ഒരു ആൻസർ ഇല്ലേ? ബോയ്സ് മാത്രം ആൻസർ ചെയ്യുന്നുള്ളൂ, ഗേൾസ് ആൻസർ ചെയ്യുന്നില്ലേ? ഇവിടെ നമ്മളെന്ന് പറയുന്നത് ഈക്വാലിറ്റി ആണ് കേട്ടോ. അതെ. ഓക്കെ, അപ്പൊ ആൻസർ നോക്കാം. അല്ല, ആരാ ആൻസർ പറഞ്ഞേ? ബിബിനാണോ? ആർക്കും അൺമ്യൂട്ട് ആക്കാൻ പറ്റുന്നില്ലല്ലോ. റൈറ്റ് ആൻസർ 20ാം നൂറ്റാണ്ട്. കറക്റ്റ്. നമ്മുടെ താഴെ നിങ്ങളുടെ സ്ക്രീനിന്റെ താഴെ കുറച്ച് റിയാക്ഷൻസ് ഒക്കെ ഉണ്ട്. ക്ലാപ്പ് ചെയ്യാൻ, ഇമോജീസ് ഇടാൻ, അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സോങ്ങിലേക്ക് പോവാം. ഓക്കെ.
എവിടെയോ കേട്ട് ശീലമുള്ള ഒരു BGM എന്നൊക്കെ എല്ലാരും ആലോചിക്കുന്നുണ്ടാവും. വളരെ ടഫാണല്ലോ. അതെ, വളരെ ടഫ് ആയിട്ടുണ്ടായിരുന്ന ഒരു BGM ആയിരുന്നു അത്. പറയൂ ആൻസർ എവിടെ? ഇതെന്താ ആരും അൺമ്യൂട്ട് ചെയ്യാതെ? മ്യൂട്ട് ചെയ്ത് പറയണോ എല്ലാരും? നിങ്ങൾ ഇനി അൺമ്യൂട്ട് ചെയ്യാൻ പേടിച്ചിരിക്കുന്നേ? ഒന്നുകൂടെ പ്ലേ സോങ് അങ്ങനെ പറയാം. ഒന്നുകൂടി അങ്ങ് പ്ലേ ചെയ്ത് കൊടുക്ക്. ഏത് പാട്ടാണ് കേട്ടിട്ടുണ്ട്. ഓക്കെ, കേട്ടിട്ടുണ്ട്. കുട്ടി മലയാളം നാട്ടിലൊന്നും ജനിച്ചു വളർന്നു. ഇല്ല, ഞാൻ ഇന്നലെ വരെ UK-ലായിരുന്നു, ഇപ്പൊ ഒന്നുള്ളൂ. ഓക്കെ, വേറെ ആരുമില്ല? കമന്റ് ബോക്സിൽ കുറെ വീസവാദ വരുന്നത് കാണാനുണ്ട്. നമുക്കറിയില്ല അതന്നെയാണോ എന്ന്. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഓക്കെ, കുഴപ്പമില്ല. വെരി ഗുഡ് വിഷമത. നെക്സ്റ്റ്. പാട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതിന്റെ കൂടെ ഒന്ന് പാടിയിട്ടുണ്ടെങ്കിൽ നന്നാവും കേട്ടോ. ഒരു ഊർജം കിട്ടും. അൺമ്യൂട്ട് ആവുന്നില്ലേ? അൺമ്യൂട്ട് ആവുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അൺമ്യൂട്ട് ആവുന്നില്ലേ? പാട്ടല്ല കേട്ടോ, ഇത് ഏത് മൂവിയാണെന്നാണ് കുറെ ആൾക്കാർ ചിങ്കാരമൊക്കെ ഇടുന്നത് കാണാനുണ്ട്. പക്ഷെ സിനിമേന്റെ പേരാണ് ആക്ച്വലി ചോദിച്ചിട്ടുള്ളത്. അൺമ്യൂട്ട് ആവാത്തതാണോ അതോ നിങ്ങൾ അൺമ്യൂട്ട് ആക്കാത്തതാണോ? ശിങ്കാരക്കിന്നാരം മിന്നാരം രണ്ടും ടൈപ്പ് ചെയ്ത് മെസ്സേജ് ചെയ്യണം. ഏതാ സിനിമ? മിന്നാരം 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 മിന്നാരം. 2 വട്ടം മിന്നാരണ്ടോ 1 വട്ടം മിന്നാരണ്ടോ? വേണമെങ്കിൽ 2 വട്ടം എടുക്കാം, 2 പ്രാവശ്യം കണ്ടാ മതി. ഓക്കെ ഓക്കെ, മിന്നാരം. യെസ്, കറക്റ്റ്. കുറെ പേര് മിന്നാരം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ. നമുക്ക് വേഗം നെക്സ്റ്റ് പോവാം. അതെ. ഈ കമന്റ് മാത്രമാണ് ഇവിടെ സിനിമ കാണുന്ന ഒരാളുള്ളൂ. അത് മലയാള സിനിമ കാണണ്ടാന്ന് ആ കമന്റ് വായിച്ചു പറഞ്ഞാൽ കിലുക്കം. വേറെ ആരും ആൻസർ പറയുന്നില്ലേ? അതാണ്. അവിടെ ഒരു വെറൈറ്റി ആൻസർ ഞാൻ കണ്ടായിരുന്നു, തിളക്കം. നമുക്ക് അതൊന്ന് ലോക്ക് ചെയ്ത് നോക്കിയാലോ? കിലുക്കം കറക്റ്റ്. നെക്സ്റ്റ്. ഏതാണ് മൂവി? ഒരേ സ്വരത്തിൽ തന്നെ പറയുന്നു ആ സിനിമയുടെ പേര്. ഒറ്റ ആൻസർ മാത്രം കമന്റ് ബോക്സിൽ. മണിച്ചിത്രത്താഴ്. ഒറ്റ ആൻസർ മാത്രമേ കമന്റ് ബോക്സിലുള്ളൂ? അപ്പൊ അത് തന്നെ ആയിരിക്കും റൈറ്റ് അല്ലെ? അതെ, മലയാളികൾക്ക് ആ സിനിമ അറിയാതിരിക്കില്ലല്ലോ. അതെ. പറയൂ. എല്ലാവരും സൗണ്ട് തിരിച്ചു കിട്ടിയ സന്തോഷം എനിക്ക്.
മെൽബിൻ തങ്കച്ചൻ. ആരെങ്കിലും വേറെ ആരെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടോ? എനിക്ക് ഷെയർ ഓപ്ഷൻ വേറെ ആരെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടോ? മാം ഷെയർ ചെയ്യുന്നുണ്ടോ? ഒരു മിനിറ്റ് ഇപ്പൊ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നിർത്തിയെടുത്ത് നമുക്ക് തുടങ്ങാം അല്ലെ? അതെ അതെ. KGF ആയിരുന്നു അതിന്റെ ആൻസർ കേട്ടോ. ഓക്കെ, അത് ഞങ്ങള് പറഞ്ഞായിരുന്നു മാം. കണ്ടായിരുന്നു. ഇനിയിപ്പോ എല്ലാവർക്കും വോയിസ് തിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഉറക്കെ പറയാം. 20-ാം നൂറ്റാണ്ട്. ഡയറക്ടർ ഐപിഎസ്. കമ്മീഷണർ സോറി കമ്മീഷണർ. കാണാം ഉത്തരം. കമ്മീഷണർ എന്ന് പറയുന്നവരുണ്ട്, നോക്കി നോക്കാം. കമ്മീഷണർ കറക്റ്റ് ആണ്. ആ താഴെയുള്ള റിയാക്ട് ബട്ടനൊക്കെ ഒന്ന് ഇത് പ്രസ് ചെയ്തിട്ട് അവർക്കൊക്കെ ഒന്നൊരു അപ്രീസിയേഷൻ കൊടുക്കൂ. ആൻസേഴ്സ് വന്നു തോന്നുന്നു അല്ലെ? ഈ ടഫ് ആയിട്ടുള്ള ഈ ട്യൂൺ ഏതാന്ന് ആർക്കാണ് പറയാൻ ധൈര്യം? രാജാറാണിയാണ്. അവിടെ ആരോ 3 പറഞ്ഞിരുന്നല്ലോ നേരത്തെ. ആ 3 പറഞ്ഞ ആൾ എനിക്ക് ഇപ്പൊ കാണണം. ഐഫോൺ എത്ര ഉത്തരം പറഞ്ഞാലും നമ്മളവിടെ കേൾക്കുന്നതല്ല. ഐഫോണിന്റെ പേര് വേഗം മാറ്റിയിട്ട് മാറ്റേണ്ടതാണ്. എവിടെ ഓർമ്മ കിട്ടുന്നില്ല. രാജാറാണിയാണ് കേട്ടോ. അത് മലയാളത്തിലല്ല, വേറെ ഏത് ഭാഷയിലാണ് കിടക്കുന്ന സംഭവം. രാജാറാണിയാണ്. ആരോ മൈക്കിന് കുഴപ്പമുണ്ട് മാം, ഭയങ്കര സൗണ്ട്. ശേഷം മൈക്ക് മ്യൂട്ടാണ്. ജസ്റ്റ് ഇപ്പോ ഗെയിം ഒന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തതിന് ശേഷം പരിചയപ്പെട്ടതിന് ശേഷം ബാക്കി ഗെയിംസ് കളിച്ചാലോ? ഇനി ഉണ്ടല്ലോ പരിചയപ്പെടാൻ ഒരുപാട് പേര് അല്ലേ? നമുക്ക് അങ്ങനെ ചെയ്യാം അല്ലേ? സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വരൂ. നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തവരൊക്കെ ഇനി വായോ. അതെ വേഗം വരൂ. സ്വന്തം പേരിട്ടിട്ട് വരൂ. വരൂ. എവിടെ ആരുമില്ലേ? ഓരോരുത്തരുടെ പേര് വിളിക്കണോ ഇനി? ഹലോ, അടിച്ചു കേറി വാ, പരിചയപ്പെടൂ. ഹലോ. അതെ നിഹാല വരുന്നത്. പറയൂ നിഹാല. പറഞ്ഞോ. ഹലോ, ഗുഡ് ഈവനിങ്. ഞാൻ നിഹാല ജാസ്മിൻ. നിഹാല പറയൂ.
മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. ഉം. ഞാൻ ഈ വർഷം DED പാസ് ഔട്ടായി. ആ. അത് കഴിഞ്ഞതിന് ശേഷം +2 കഴിഞ്ഞതിന് ശേഷം DED എടുത്തായിരുന്നു. ഇപ്പോൾ ഡിഗ്രി BA ഇംഗ്ലീഷ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ പോവാനുള്ള അല്ല, സാഹചര്യം ഒരു ഇല്ല. സംശയം അപ്പൊ ചോദിക്കട്ടെ, ചെയ്യാൻ BEd എടുക്കുന്നല്ലേ പറഞ്ഞേ? ഇംഗ്ലീഷ് BA ഇംഗ്ലീഷ്. BA ഇംഗ്ലീഷ്. അപ്പൊ നമ്മളിപ്പോ ചെയ്യുന്നത് BA ഇംഗ്ലീഷ് അല്ലേ? അല്ല, DED ആണ്, ഡിപ്ലോമ ഇൻ എലമെന്ററി ആ എഡ്യൂക്കേഷൻ. ഓക്കെ DEd. ആ, അപ്പൊ +2 കഴിഞ്ഞിട്ട് എടുത്തായിരുന്നു. പിന്നെ ഡിഗ്രിക്ക് പോകാൻ പറ്റിയ സാഹചര്യം ഇല്ല. അപ്പൊ വീട്ടിലിരുന്ന് പഠിക്കണം വിചാരിച്ചു. മതി, അത് കുഴപ്പമൊന്നുമില്ല. വീട്ടിലിരുന്നാലും നമ്മൾ പഠിക്കുമല്ലോ, പിന്നെന്താ. ആ, പഠിക്കണം. ഉം. പിന്നെ പിന്നെ വീട്ടിലിരുന്ന് പഠിക്കുന്ന കുട്ടി പറയൂ ക്വാളിറ്റി. അത് തന്നെയാണ് ഒരു ക്വാളിറ്റി എന്താ? ക്വാളിറ്റി അല്ലേ? എങ്ങനെയായാലും പഠിക്കണം. അതെ, അതന്നെ. ആ ഒരു ഡിറ്റർമിനേഷൻ ആണ് ക്വാളിറ്റി, ആ ഒരു മനോധൈര്യം. വെരി ഗുഡ്. നെക്സ്റ്റ് വരൂ. താങ്ക് യു നിഹാല. അടുത്ത ആള് വരൂ, അർച്ചന. അർച്ചന, അർച്ചന യെസ്, കേക്കാം. ഞാൻ പാലക്കാട് ജില്ലയിലാണ്. ഡയാലിസിസ് കഴിഞ്ഞു, തെറാപ്പിസ്റ്റ് ആണ്. BA ഇംഗ്ലീഷ് എടുക്കുന്നത് വലിയ ആഗ്രഹമാണ്. അപ്പോ വർക്ക് ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി പറഞ്ഞാൽ എന്ത് വന്നാലും ഫേസ് ചെയ്യും. എന്ത് വന്നാലും നമ്മൾ ഫേസ് ചെയ്യും, പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകും, ഡിഗ്രി ഇപ്പൊ ക്വാളിറ്റി അതന്നെ, എന്ത് വന്നാലും ഫേസ് ചെയ്യും. അതെ. ഓക്കെ, ഡിറ്റർമിനേഷൻ. ഓക്കെ അർച്ചന, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. പഠിത്തത്തിന്റെ ഇടയിലും ജോലിയുടെ ഇടയിലൊക്കെ വന്നിട്ട് നമ്മളിതിൽ അറ്റൻഡ് ചെയ്തല്ലോ, അതന്നെ വലിയ കാര്യം കേട്ടോ. നെക്സ്റ്റ് ആരാണ്? മനസ്സിലായി. അടുത്ത ആരാണ്? വരൂ, വേഗം വരൂ. ആരാണ്? എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. മിസ്, എന്റെ പേര് രാജീവ് എന്നാ. ഞാന് നാട്ടിലല്ല, ഷാർജയിലാണ്. അറിയാം രാജ്. നമുക്ക് സമയത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം വീട്ടിലേക്ക് ഇടയ്ക്കൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് ക്ലാസ്സിലേക്ക് കയറാൻ പറ്റുന്നത്. 8 മണിക്ക് ശേഷം ഫ്രീ ആവുന്ന രാജീവ്? അതെ. അപ്പൊ പിന്നെ ഇപ്പൊ കുറെ ആയി ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടൊക്കെ കുറെ ആയി, 10 വർഷത്തോളമായി ഗ്യാപ്പ് ഏകദേശം. ഞാൻ ഡിപ്ലോമ സിവിൽ കഴിഞ്ഞതാ. അപ്പൊ അത് വെച്ചിട്ടാ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് വെച്ചിട്ട് അതുകൊണ്ടൊന്ന് ഡിഗ്രി എടുക്കാന്ന് പറഞ്ഞ് ഇതാക്കിയതാ. പിന്നെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ചെറിയ ലീഡർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെ. നല്ല ക്വാളിറ്റിയാണ്. ഇതിപ്പോ നമ്മളിപ്പോ ഇത്രയും ദൂരെ ഇരുന്നിട്ട് ഇത്രയും സമയപരിമിതി കൊണ്ടും വർക്കിന്റെ ഒക്കെ ഇടയിൽ ഇരുന്നിട്ടും പഠിക്കാനായിട്ട് നമ്മൾ കാണിക്കുന്ന മനസ്സ് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി. അത് ഒരാളുടെ അല്ല, ഇപ്പൊ ഈ വന്നിരിക്കുന്ന ബാച്ചിലെ എല്ലാ കുട്ടികളുടെയും ക്വാളിറ്റി അത് തന്നെയാണ്. ആ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടല്ലോ, നമുക്ക് ഈ കോഴ്സ് തീർത്തേ പറ്റൂ. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇതിന്റെ ഇടയിൽ വന്നിട്ട് പഠിത്തം നിൽക്കേണ്ട എന്തൊരവസ്ഥ വന്നാലും നമ്മൾ അതിനൊക്കെ മറികടന്ന് പഠിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും ക്വാളിറ്റി. ഓക്കെ, താങ്ക് യു രാജീവ്. നെക്സ്റ്റ് ആരാണ്? വരൂ. എന്റെ പേര് ഷഹാന. ഞാൻ +2 കൊറോണ ടൈമാണ് കഴിഞ്ഞത്. കഴിഞ്ഞ ഉടനെ ഞാൻ എൻട്രൻസ് എഴുതി, LLBക്ക് നോക്കി. 2 ഇയർ LLB ചെയ്തു. പിന്നെ അതിന്റെ ഇടയ്ക്ക് എന്റെ കല്യാണം കഴിഞ്ഞു, ഞാൻ പ്രഗ്നന്റ് ആയി. ഞാൻ കുറച്ച് ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മെറ്റർണിറ്റി ലീവ് ഒക്കെ കഴിഞ്ഞ് പോകാൻ നേരം എന്റെ ഫാമിലിയിൽ ഒരു ട്രാജഡി ഉണ്ടായി. എന്റെ ഉമ്മക്ക് സ്ട്രോക്ക് വന്നു, പിന്നെ പാരലൈസ്ഡ് ആയി. ഉമ്മാനെ എന്റെ കുഞ്ഞിനെ നോക്കാൻ ആരും ഇല്ല എന്നൊരു സാഹചര്യത്തിൽ എനിക്ക് എന്റെ സ്റ്റഡീസ് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഒരു 2 കൊല്ലത്തോളം സ്റ്റഡീസ് ഒന്നും കണ്ടിന്യൂ ചെയ്യാണ്ട് ഒന്നും ഇല്ലാണ്ട് ഇരുന്നു. പിന്നെ വിചാരിച്ചു ഒന്ന് പോയിക്കണം മറ്റൊന്ന്, അങ്ങനെ തേടി പോകാമെന്ന് കരുതി അത് ഡ്രോപ്പ് ചെയ്തു. BA ഇംഗ്ലീഷ് എടുത്തു. പിന്നെ എനിക്ക് എന്റെ ക്വാളിറ്റീസ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മുൻപ് എനിക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു എന്റെ ഇതുവരെയുള്ള ലൈഫിൽ. പക്ഷെ ഇപ്പൊ ഞാൻ കുറെ ഗ്യാപ്പ് എടുത്തതിന് ശേഷം എന്റെ ഉള്ള ക്വാളിറ്റീസ് എല്ലാം പോയെന്ന് എനിക്കൊരു സംശയം. അതും കൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വീണ്ടും പഠിക്കാൻ വേണ്ടി തുടങ്ങിയത്. അതിൽ എനിക്കൊരു വിൽ പവർ ഉണ്ട്, പിന്നെ മൾട്ടി ടാസ്കിങ് ഉണ്ട്. ഒരു കുഞ്ഞിനെയും ഒരു വീടിനെയും ഇത്ര ചെറുപ്പത്തിൽ ഗൃഹനാഥൻ എന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഇപ്പോൾ ഉണ്ട്. ഒരു ആത്മധൈര്യം എവിടുന്നോ കിട്ടുന്നത് പോലെ, എന്തൊക്കെയോ ഒരു പുഷ് ചെയ്യുന്ന പോലെ. അതാണ് എന്റെ ക്വാളിറ്റീസ് എന്ന് എനിക്ക് തോന്നുന്നു.
അതെ. ഇവിടെ ആരുടെയും കയ്യിൽ റിയാക്ഷൻസ് ഒന്നും ഇല്ലേ റിയാക്ട് ചെയ്യാനായിട്ട് ഈ പറയുന്നതിന്? യെസ്. എവിടെ ഷഹാന പോയോ? ഷഹാന ഉണ്ട്. ഉണ്ട്. അപ്പൊ ഷഹാനയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി അതൊക്കെ തന്നെയാണ്. ഇപ്പൊ ക്വാളിറ്റീസ് പോയിട്ടൊന്നുമില്ല, ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് തോന്നുകയാണ് നമ്മളുടെ നിന്ന് പോയി എന്നുള്ളത്. നമ്മളുടെ ക്വാളിറ്റി നമ്മൾ ജനിച്ചപ്പോൾ നമ്മളുടെ ഉള്ളിൽ നമുക്ക് കയറി പറ്റിയുണ്ടായിരുന്ന ക്വാളിറ്റി നമ്മൾ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങൾ കൊണ്ടും നമ്മളുടെ ഉള്ളിലേക്ക് കയറി വരുന്ന ക്വാളിറ്റീസ് ഒരിക്കലും നഷ്ടപ്പെടില്ല. ഇപ്പോ ഇത്ര ചെറുപ്പത്തിൽ ഒന്നും പറഞ്ഞ് അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കേണ്ട. എന്റെ കൂടെയുള്ള ആൾക്കാർ അങ്ങനെയായല്ലോ, എനിക്ക് ഇങ്ങനെ ആയല്ലോ, അങ്ങനെ നമ്മൾ ഡിഫറൻസ് വിചാരിക്കുകയേ വേണ്ട. ഇങ്ങനെ നമുക്ക് ദൈവം ഓരോരോ നെഗറ്റിവിറ്റി തരുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ പോസിറ്റിവിറ്റീസ് അപ്പുറത്ത് തരാൻ വേണ്ടിയിട്ടാണ്. അത്രയും നമ്മളെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അത്രയും നമ്മളെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓരോരോ നെഗറ്റിവിറ്റീസ് നമുക്ക് തരുന്നത്. നമ്മൾ എങ്ങനെ നിൽക്കും എന്ന് നമ്മളതിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പരീക്ഷണങ്ങളൊക്കെ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷുവർ ആയിട്ടൊരു നല്ലൊരു ലൈഫ് ഉണ്ടാവും. LLBക്കൊക്കെ പോകാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അതിന്റെ ഒപ്പം തന്നെ ഡിഗ്രി എടുക്കാൻ പറ്റും, എല്ലാ ഡ്രീംസും കിട്ടും. എന്തൊക്കെയാണോ വിചാരിച്ചിരിക്കുന്നത് അതെല്ലാം ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ദൈവം എന്തായാലും ബ്ലസ് ചെയ്യും. ഓക്കെ, ഷഹാനയ്ക്കുള്ളത് കമന്റ് ബോക്സിൽ ബാക്കിയുള്ള ബാച്ച്മേറ്റ്സ് ഇടുന്നുണ്ട്, അതുകൂടി വായിക്കും. അതെ, അതൊക്കെ സ്നേഹമായിട്ട് തന്നിരിക്കുന്നു. എല്ലാവരും കൂടെയുള്ള എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവരും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു റിയാക്ഷൻ കിട്ടുന്നത്. ക്ലാസ്സിനൊക്കെ കിട്ടിയായിരുന്നു, ഇപ്പൊ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ സൂം മീറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ആദ്യമായിട്ട് കിട്ടുന്നത്. അപ്പോ എല്ലാവർക്കും താങ്ക്സ്. ഷഹാനയ്ക്ക് എല്ലാവരോടും താങ്ക്സ് പറയാനുണ്ട്. അതേപോലെ തന്നെ ഷഹാനയോട് ഞങ്ങൾക്കും താങ്ക്സ് പറയാനുണ്ട്. ഇങ്ങനൊരു വന്ന് നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ കാണിച്ച ഒരു ധൈര്യം ഉണ്ടല്ലോ, കോഴ്സ് കണ്ടിന്യൂ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ആ ധൈര്യം, വിൽ പവർ ഒക്കെ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ആ ക്വാളിറ്റി അവസാനം വരെ ഉണ്ടാവട്ടെ. ഓക്കെ, ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വരൂ, ധൈര്യമായിട്ട് വരൂ. പേര് വിളിക്കാൻ വരൂ. അർച്ചന പരിചയപ്പെട്ടു അല്ലേ? നമുക്കൊന്ന് അടുത്ത ഗെയിമിലേക്ക് പോയാലോ? ഓക്കെ ഓക്കെ, വേറെ ആരും വരുന്നില്ല? അനീഷ, ഹലോ. നമുക്കൊരു 30 പാർട്ടിസിപ്പൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് വേഗം പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോവാം. ഒരാളും കൂടെ ഒന്ന് വേഗം പരിചയപ്പെട്ടിട്ട്. ഹലോ. ഹലോ പറയാം. ഹലോ, കേക്കാൻ പറ്റുന്നുണ്ടോ? കേക്കാം, നന്നായി കേക്കാം. എന്റെ പേര് ഫാത്തിമ നിഷാദ്. ഞാന് ശരിക്കും നാട് പെരുമ്പാവൂരാണ്. ഇപ്പൊ ഞാൻ ഷാർജയിലാണുള്ളത് ഹസ്ബൻഡിന്റെ ഒപ്പം. കുറെ നാളായി +2 ഒക്കെ കഴിഞ്ഞിട്ട്. ഇനിയിപ്പോ കുട്ടിയായി, അപ്പം കല്യാണം കഴിഞ്ഞ് കുട്ടിയായ കാരണം പഠിത്തം അവിടെ വെച്ച് നിർത്തിയായിരുന്നു. പിന്നെ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഇത് തുടങ്ങണം, ചെയ്യണം എന്നുള്ളൊരു ഇതൊക്കെ വന്നു. അങ്ങനെ നല്ല കാര്യം. ഇപ്പൊ നമ്മൾ അവിടെ ആണെങ്കിലും അല്ലെങ്കിൽ കുട്ടി ഉണ്ടെങ്കിലും കല്യാണം കഴിച്ചാലൊന്നും നമുക്ക് പഠിത്തത്തിനൊരു കോട്ടം തെറ്റാതെ അത് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ നമ്മുടെ ഫാമിലിയുടെ ഒരു സപ്പോർട്ടും ഒക്കെ, അല്ലെങ്കിൽ നമ്മൾ അതിനൊക്കെ വേണ്ടി തയ്യാറായിട്ടാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ എന്താണ് ക്വാളിറ്റി ഫാത്തിമ? എല്ലാരും ഇങ്ങനെ കേട്ടിരിക്കാൻ അങ്ങനെ കേട്ടിരിക്കാനുള്ള ഇരിക്കാൻ പറ്റുന്ന മനസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഏറ്റവും വലിയ മനസ്സ്. ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ നമ്മളതിനെ മൈൻഡ് ചെയ്യാക്കാതെ പോകുന്ന ആൾക്കാരെ ഇപ്പൊ നമുക്ക് ഇഷ്ടമുണ്ടാവോ? ഇല്ലല്ലോ. കേട്ടിരിക്കാൻ പറ്റുന്ന മനസ്സ് അത് തന്നെയാണ്. നമുക്കിപ്പോ ഒരാളിപ്പോ ഇന്നത്തെ കാലത്ത് ആരും നമുക്ക് കേട്ടിരിക്കാനില്ല, ഇല്ലല്ലോ. എല്ലാരും മൊബൈൽ ഫോണിന്റെ മുന്നിലല്ലേ. ആരും നമുക്ക് കാതോർത്ത് നമ്മളൊരു വിഷമം പറയുമ്പോൾ അത് കേട്ടിരിക്കാനായിട്ട് ഇവിടെ ഒരു മനുഷ്യന്മാരില്ല. അപ്പൊ അത് തന്നെയാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ഫാത്തിമ. നമുക്കിനി നെക്സ്റ്റ് ഗെയിമിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു ഫാത്തിമ. നെക്സ്റ്റ് ഗെയിമിലേക്ക് പോയാലോ? ഓക്കെ, നെക്സ്റ്റ് ഒരു കുറച്ചൊന്ന് ടാസ്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന ഗെയിമാണ്. എല്ലാവരും ഇരിക്കുന്നിടത്തുനിന്നൊക്കെ ഒന്ന് എണീറ്റ് ഇരുന്ന, ചിലപ്പോ ഒന്ന് എണീറ്റ് ഓടേണ്ടൊക്കെ വരും. എല്ലാരും ഒന്ന് റെഡി ആയിക്കോളാം. നെക്സ്റ്റ് ഗെയിം എന്ന് പറയുന്നത് നമ്മൾ ഇരുന്ന് ഗെയിം ചെയ്യേണ്ട ഒരു ടാസ്ക് അല്ല. ഗ്രാബ് ആൻഡ് റൺ എന്നാണ്. നമ്മളുടെ സ്ക്രീനിൽ നമ്മൾ ചിലപ്പോ കുറച്ച് ഐറ്റംസിന്റെ ഫോട്ടോസ്. ക്യാമറ ഓൺ ചെയ്യാത്ത ബാക്കിയുള്ള എല്ലാവരും ക്യാമറ ഓൺ ചെയ്യുക. ആരും ഒളിച്ചിരിക്കുന്ന പുറത്തേക്ക് വരിക. ഒരു സ്പെഷ്യൽ ഗെയിമാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും ക്യാമറ ഒക്കെ ഓൺ ചെയ്തിട്ട് ഗെയിം ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കാണാൻ ഒരു രസം ഉണ്ടാവുള്ളൂ.
ഇതിന്റെ പേര് ഗ്രാബ് ആൻഡ് റൺ എന്നാണ്. നമ്മളുടെ സ്ക്രീനിൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് കാണിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ക്ലൂസ് വരും. ആ ക്ലൂസ് അനുസരിച്ച് നമുക്ക് ആ സാധനം എവിടെ നമ്മുടെ ചുറ്റുപാടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പൊ അടുക്കളയിലാണെങ്കിലും കുഴപ്പമില്ല, ഓടിപ്പോയി എടുത്തോണ്ട് വരണം എന്ന് വിചാരിച്ച് നിങ്ങൾ മേലെ മുറിവൊന്നും ഉണ്ടാക്കരുത്. ഓക്കെ, സൂക്ഷിച്ചു പോയിട്ട് എടുത്തോണ്ട് വരിക. ഇത് നമുക്ക് കിട്ടിയില്ലെങ്കിലും മാർക്കൊന്നും പോകാൻ പോണില്ല. പക്ഷെ നിങ്ങൾ നോക്കാം. ഓക്കെ, പറ്റുന്ന പോലെ പങ്കെടുക്കുക, നന്നായി പങ്കെടുക്കുക. ഗ്രാബ് ആൻഡ് റൺ. ഇതാ ഫസ്റ്റ് ഒബ്ജക്റ്റ്. ചാടി എണീറ്റ് പോയി എടുക്കൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. വേറെ ആരും കാണുന്നില്ലല്ലോ എനിക്ക്. വേറെ എല്ലാവരും ക്യാമറ ഓഫ് ചെയ്തിട്ടിരിക്കണോ? ഗ്രാബ് ആൻഡ് റൺ തുടങ്ങിയപ്പോ കുറെ ആളുകൾ ക്യാമറ ഓഫ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. ഓഫ് ചെയ്യരുത്. ഓൺ ആക്കിപ്പിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. ഷഹാന, മെബിൻ, യെസ്, വെരി ഗുഡ്. ഐഫോണുകാരാണ് നന്നായിട്ട് പങ്കെടുക്കുന്നത്. ബാക്കിയുള്ളവർ കുറച്ച് പങ്കെടുക്കൽ കുറവെന്ന് തോന്നുന്നു. ഞാനല്ലേ? നമ്മൾ നിങ്ങളെ കാണാം. ഇത് എപ്പോഴും പിടിച്ചിരിക്കണേ പറഞ്ഞപ്പോ തന്നെ എന്റെ കയ്യിലും. ഓക്കെ ഓക്കെ, അടുത്ത ഒബ്ജക്റ്റ് കാണിക്കട്ടെ? കാണിച്ചോ. ഇത് പിന്നെ ആരുടെയും വീട്ടിലില്ലാത്ത സാധനമാണ്. താഴെ വരെ പോണം, നടക്കൂല. ഇല്ലേ? താഴെ വരെ പോണം. താഴെ വരെ പോകണം, റിസ്ക് ആണല്ലോ. ആരുടെയും ആ കൈയെത്തുന്ന ദൂരത്തുണ്ടെങ്കിൽ എടുത്തോണ്ട് വരൂ. മക്കളെ വിട്ടാലും മതി, അടുക്കളയിലേക്ക് ഓടിപ്പോ എടുത്തോണ്ട് വരും. കല്യാണ ഫോട്ടോ ഒക്കെ വെച്ച കപ്പ് കാണിക്കുന്നുണ്ട്. യെസ്, വെരി ഗുഡ്. ഇവിടെ കാണുന്നില്ലല്ലോ, നമുക്ക് കാണുന്നില്ല. നിസാമിന് കിട്ടണില്ലേ കപ്പ്? താഴെ പോണ അതുകൊണ്ടാണല്ലേ. ബാക്കി കല്യാണ ഫോട്ടോ ഉള്ളതൊന്നും നിർബന്ധമില്ല കേട്ടോ. ഏതെങ്കിലും കപ്പ് മതി. ഏതെങ്കിലും കപ്പ് മതി. കല്യാണ ഫോട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് കല്യാണ ചക്കരി കാണാം. ഓക്കെ, നെക്സ്റ്റ്. ഗ്രാബ് സംതിങ് ദാറ്റ് ഹാസ് ബട്ടൺ. ബട്ടൺ എന്ത് വേണമെങ്കിലും പോയി പിടിച്ചോ. അതന്നെ അതന്നെ. ടീഷർട്ടിൽ ബട്ടൺ ഉണ്ട്. വെരി ഗുഡ്. നല്ലൊരു സ്പോണ്ടേനിറ്റി ആണത്. നമ്മൾ പറയില്ലേ, ആ ഒരു മൈൻഡ് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചു. അവിടെ ആരോ ലാപ്ടോപ്പ് എടുത്ത് പൊക്കി കാണിക്കുന്നുണ്ട്. ലാപ്ടോപ്പ്, അതൊരു നല്ലൊരു വെറൈറ്റി ഐഡിയ ആയിരുന്നു. അതെ അതെ, അത് വെറൈറ്റി ഐഡിയ ആയിരുന്നു. നമുക്ക് ക്യാമറയിലാണ് കാണിക്കേണ്ടത്, ലാപ്ടോപ്പിൽ പൊക്കി കാണിക്കുമ്പോൾ ഓക്കെ, കുഴപ്പമില്ല. നെക്സ്റ്റ് എടുക്കട്ടെ? എല്ലാവരും എടുത്തു കഴിഞ്ഞോ? കഴിഞ്ഞോ? ഓക്കെ, അടുത്തേക്ക് പോവാം. സ്പെക്സ്. ആരുടെയൊക്കെ വീട്ടിലാണ് സ്പെക്സ് ഉള്ളത്? ആരൊക്കെയാണ് സ്പെക്സ് യൂസ് ചെയ്യുന്ന ബുദ്ധിജീവികൾ? വേഗം എടുത്തോണ്ട് വരൂ. വെരി ഗുഡ്, വെരി ഗുഡ്. കയ്യിലില്ല, കുഴപ്പമില്ല, വെച്ച് കാണിച്ചാ മതി. ഇല്ല, കണ്ണട വെച്ചിട്ടുണ്ടാവും. കണ്ണട വെച്ച് കുറച്ച് പവർ ആവട്ടെ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ്. ഗ്രാബ് സംതിങ് മെയ്ഡ് ഇൻ വുഡ്. മരത്തില് ഇരിക്കുന്ന ചെയറൊന്നും പൊക്കല്ലേ, വീഴരുത്. കട്ടിലൊക്കെ പറ്റും. എടുത്ത് പൊക്കൊന്നും വേണ്ട, കാണിച്ചാ മതി. കാണിച്ചാ മതി കേട്ടോ, പൊക്കരുത്. കാണാവോ? കാണാം. കാണാം. അനക്ക കാണാം കേട്ടോ, കാണാം. ബെഡല്ലേ? ക്രിക്കറ്റ് ബാറ്റ് ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. നന്നായിണ്ട്. ഓക്കെ, അത് വുഡിൽ തന്നെയാണല്ലോ. കണ്ണാടി കണ്ടിട്ടുണ്ടായിരുന്നോ? കണ്ണാടി കണ്ടില്ലല്ലോ. ഇത് കാണിച്ചു തന്നെ നോക്കട്ടെ. കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെ. നെക്സ്റ്റ്. എന്താണ് സംഭവം? ആപ്പിളിന്റെതാണ്. ഐഫോണെ തന്നോട്ടെ. എന്താ ആപ്പിൾ ഫോൺ? ഐഫോണിന്റെ കേട്ടോ. ഇത് ഐഫോണിന്റെ. ഐഫോൺ വേണമെന്ന് നിർബന്ധമില്ല. ഏതാണെങ്കിലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഇവിടെ ആർക്കും പാർഷ്യാലിറ്റി ഒന്നുമില്ല. പാർഷ്യാലിറ്റി ഇല്ല. അതെ. ഓക്കെ, ഇനി നെക്സ്റ്റ്. ഗ്രാബ് സംതിങ് റെഡ് ഇൻ കളർ. റെഡ്. അതൊരു കോയിൻസിഡൻസ് ആയി. കറക്റ്റ് ആയിട്ട് റെഡ് ടീഷർട്ട് തന്നെ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. റെഡ് വേറെ ആർക്കും ഇല്ല. എന്തോ സംഭവം കാണിക്കുന്നുണ്ട്. അത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. റെഡ് ആണ് കളർ. പെൻസ് കാണിക്കുന്നുണ്ട്, ഹെയർ ബാൻഡ് കാണിക്കുന്നവരുണ്ട്. അതെന്താ, ട്രോഫി ആണോ? ഷെറിന്റെ കയ്യിലുള്ളത് എന്താ? ചോക്ലേറ്റ് സെലിബ്രേഷൻ.
റിച്ച് റിച്ച്. ഓക്കെ. നമുക്ക് വേണം. സെൻഡ് ചെയ്താൽ മതി അഡ്രസ്സിൽ. ബട്ട് അഡ്രസ്സിൽ സെൻഡ് ചെയ്താൽ മതി. ജസ്റ്റ് ക്ലിപ്പ് മാത്രമേ ഉള്ളൂ, ചോക്ലേറ്റ് അല്ല. അനക വീഡിയോ ഓൺ അല്ലേ അനക? ഓക്കെ. അതെ, പക്ഷെ പറ്റുന്നില്ല. ഇത് ശരിക്കും ബാക്ക് ക്യാമറ ആണോ ഫ്രണ്ട് ക്യാമറ ആണോ വർക്ക് ആവുന്നതെന്ന് മനസ്സിലാവുന്നു. എന്റേതും അങ്ങനെയാണ് സംശയം ഉണ്ടെങ്കിൽ ബാക്കാണോ ഫ്രണ്ടാണോ ഞാൻ ചെയ്തിരുന്നു. അങ്ങനൊരു ഫ്രണ്ട് ക്യാമറ വെച്ചാൽ മതി, അപ്പോഴല്ലേ നമുക്ക് കാണുള്ളൂ. അല്ല, അത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല, അതല്ലേ? നിങ്ങളത് ഫ്രണ്ട് തന്നെയാണ്, കാണുന്നില്ല. ഫ്രണ്ട് ആണോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അല്ലേ ചെയ്യുന്നപ്പോ ബെഡില് ഇരിക്കുകയാണോ ചെയ്യുന്നേ? ആരുടെ ബാക്ക് ക്യാമറ? ആരാണ് അവിടെ ബാക്ക് ക്യാമറ വെച്ചിരിക്കുന്നത്? റാബിയ. ഓക്കെ. ആ ഇപ്പൊ കറക്റ്റ് ആയി. വാട്ടർ ബോട്ടിൽ, ഇനി വാട്ടർ ബോട്ടിൽ അടുത്ത എവിടെയെങ്കിലും വാട്ടർ ബോട്ടിൽ ഉണ്ടോ? ഓടിപ്പോയി എടുത്തോണ്ട്. ആ ഒരു കുഞ്ഞൊരു കുട്ടിയുടെ വാട്ടർ ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. കുട്ടികളെ കരയിപ്പിക്കാതെ എടുത്തോണ്ട് വരണേ. ഓക്കെ. ആ ഷെറീന്റെ കയ്യിലുണ്ട്. റാബിയ എടുത്തോണ്ട് വരുന്നില്ല, റാബിയ അനങ്ങുന്നില്ല. നിസാമിനെ കാണുന്നേ ഇല്ല. ഇപ്പൊ കാണാം. ഓക്കെ. അടുത്തത് സ്കെച്ച് പെൻ. സ്കെച്ച് പെൻ മക്കളൊക്കെ പഠിക്കാൻ സ്കെച്ച് പെൻ. റാബിയ ഓടിയിട്ടുണ്ട് സ്കെച്ച് പെൻ എടുക്കാൻ. ഇപ്പൊ കിട്ടും. ആ യെസ്, കിട്ടിയില്ല. കിട്ടിയോ? വെറും പെന്നാണ് കിട്ടിയത്. അനഘയ്ക്ക് വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്നില്ല. ഇല്ല, അത് അനഘയുടെ വീഡിയോ നമ്മൾ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. അനഘ ലെഫ്റ്റ് സൈഡിൽ താഴെ വീഡിയോന്റെ അവിടെ ഓൺ ആക്കി. ഞാൻ നോക്കി, പറ്റുന്നില്ല. അത് ഓൺ ആക്കിയിട്ട് ഓൺ ആവുന്നില്ല. എന്താ അങ്ങനെ വരുന്നേ? ഓക്കെ. ഗ്രാബ് സംതിങ് ദാറ്റ് ഈസ് ഷാർപ്പ്. ഷാർപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ അല്ലെ? ഈശ്വര, അതെന്താണത്? കത്തി വല്ലതും എടുത്തോണ്ട് വരുന്നുണ്ടോ ആരെങ്കിലും? ഷാർപ്പായിട്ടുള്ള വല്ല വസ്തുക്കൾ എല്ലാവരും എടുത്തോണ്ട് വന്ന് തോന്നുന്നു. ഞാൻ നെക്സ്റ്റിലേക്ക് മാറ്റട്ടെ. കൂടുതൽ നേരം ഷാർപ്പ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഷാർപ്പായിട്ടുള്ളതൊക്കെ അടുക്കളയിൽ പോയിട്ട് തപ്പി പിടിച്ച് എടുത്തോണ്ട് വരേണ്ടി വരും. ഓക്കെ. നെക്സ്റ്റ് ലെഫ്റ്റ് ചെയ്തിട്ടൊന്ന് ജോയിൻ ചെയ്യൂട്ടോ. നെക്സ്റ്റ് എന്താണ്? ഇയർഫോൺ അല്ലേ? അല്ല, ഇയർഫോൺ എല്ലാവരുടെ കയ്യിലുണ്ട്. അതെല്ലാവരുടെ കയ്യിലുണ്ട്. ഇതെല്ലാവരും ഉപയോഗിക്കാത്ത ദിവസങ്ങളില്ല. എല്ലാ ദിവസവും എല്ലാവരും ഉപയോഗിക്കുന്നു. ഫോൺ ഉണ്ടെങ്കിൽ ഇയർഫോൺ ഉണ്ടാവും കൂടെ. ഓക്കെ. വയർലെസ് ആണ് ഇരിക്കുന്നത് കേട്ടോ. ഓക്കെ. അടുത്തത് ബാഗ്. ഹാൻഡ് ബാഗ് ആണ്. ഇപ്പൊ വൈഫിന്റെ ബാഗ് കാണാവോ? കാണാം. കാണാൻ പറ്റുന്നില്ല അല്ലേ? കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ട്. 2 ബാഗ് ഉണ്ട്. ഇത് വേണമെങ്കിൽ എടുക്കാം. ലേഡീസ് ബാഗ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ജെന്റ്സിന് സാധാരണ മറ്റേ ട്രാവൽ ബാഗ് ആയാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടെ എന്ത് സ്വീകരിക്കും. ഇനിയിപ്പോ വൈഫില്ല, അമ്മല്ല, ബാഗ് എടുക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കണ്ട. അങ്ങനൊന്നും വിചാരിക്കുന്നുണ്ട്, വേണ്ട. ബാച്ചിലേഴ്സിന് നമ്മളൊരു ചാൻസ് തരികയാണ്. Something that is തലയണ പറ്റുമോ? തലയണ സോഫ്റ്റ് ആണ്. അതെ, അതെന്താണ് സാധനം? ഈ കവിള് സോഫ്റ്റ്. അതല്ലേ? ഓക്കെ. യുവാവിന് ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കണം. ശരി. നെക്സ്റ്റ്
ആ ടവൽ എടുത്തേ. ഈ ടവൽ ഇങ്ങനെ എടുത്തേ ഇനി ഗെയിം കളിക്കാനുള്ളതെന്നൊക്കെ സെയിം പറഞ്ഞു. സാധനം കൊണ്ടുവന്നില്ല. സെയിം കളർ ആരോ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. റാബിയ അതെ സെയിം കളർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ക്യാമറ ഒന്ന് റാബിയിലേക്ക് സ്വിച്ച് ചെയ്യൂ. റാബിയ സെയിം കളർ അവിടെ നിന്ന് തപ്പി പിടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് പറ്റുമോ? ഇത് കുഴപ്പമില്ല. അതും പറ്റും. കുഴപ്പമില്ല, അതൊക്കെ എടുക്കും. നെക്സ്റ്റ്, ഒരു ഗ്ലാസ് വെള്ളം. ഒക്കെ താഴെയാണെങ്കിൽ ഒക്കെ സ്കോർ ചെയ്തിരുന്നെ. താഴെയാണെങ്കിൽ നിസാം സ്കോർ ചെയ്തേനെ. താഴേക്ക് പോയപ്പോ താഴെ മാത്രമല്ല, ബാൽക്കണിയിലാണ് മുകളില്. ഇതെന്താ ഇതിന്റെ കുട്ടൻസ് ഉണ്ട്, താജ്മഹലിന്റെ. ഒരു ഗ്ലാസ് കുപ്പി ആയാൽ മതിയെന്നൊക്കെ ആരോ ചോദിക്കുന്നുണ്ട്. അനഘയാന്ന് അത് തോന്നുന്നത്. ഫേസ്ബുക്കിന്റെ ഐഡിയ ആണ് കൊടുത്തിട്ടുള്ളത്. അതാണ് ഫേസ്ബുക്കിന്റെ പിന്നെ പ്രൊഫൈൽ പിക്ചർ ആണ് വരുന്നത്. താജ്മഹലിന്റെ ചോദിച്ചില്ലേ ബാക്ക്ഗ്രൗണ്ട്. ബാക്ക്ഗ്രൗണ്ടോ കഴിഞ്ഞു? സമാധാനയില്ലേ എല്ലാവർക്കും? ഓക്കെ, നമ്മൾ എല്ലാവരും നന്നായി കളിച്ചു. നല്ല ഗെയിം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി പരിചയപ്പെടാതെ ഇരിക്കുന്നവർ, പെടുത്താതിരിക്കുന്നവർ വരൂ. നമ്മള് 31 പേരുണ്ട് ടോട്ടൽ. നമ്മുടെ ബാച്ചിൽ ഏകദേശം 50 പേരുണ്ട്. അവരെല്ലാവരും ഒന്ന് ജോയിൻ ചെയ്തില്ല. ജോയിൻ ചെയ്തവർ എത്രയും പെട്ടെന്ന് പരിചയപ്പെടുത്തു. നമുക്ക് എന്നിട്ട് വൈൻഡപ്പ് ചെയ്യണം സെഷൻ. ഈ സെഷൻ എന്ന് പറയുന്നത് ഇപ്പൊ മനസ്സിലായില്ലേ? നമ്മളിങ്ങനെ മസിൽ പിടിച്ചിരിക്കേണ്ട സെഷൻ അല്ല. വളരെ എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് ചെയ്യേണ്ട ഒരു സെഷൻ ആയിരുന്നു. നമ്മൾ ഒന്ന് മിങ്കിൾ ചെയ്യാ. ജസ്റ്റ് നമ്മളിപ്പോ സ്കൂളിലോ കോളേജിലോ ആണെങ്കിൽ നമുക്കിപ്പോ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രീനിന്റെ മറയുണ്ട് നമുക്ക്. എന്നാലും നമ്മൾ വളരെ എനർജറ്റിക് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരുപാട് പേര് എനിക്കിപ്പോ ഇവിടെ കാണാം. ഫസ്റ്റ് ഡേയുടെ ഒരു ചെറിയൊരു ഷൈനസ് ഒക്കെ ഉണ്ടാവും. എന്നാലും ആ ഷൈനസ് എന്നൊക്കെ പുറത്തു കടന്ന് വരും. നിങ്ങൾ അത്രയും പവർ ആയതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഈ നമ്മുടെ ബാച്ച്മേറ്റ്സിന്റെ കമ്മ്യൂണിറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? എന്ന് വെച്ചാല് ഒരു വാട്സപ്പ് ഗ്രൂപ്പോ ടെലിഗ്രാമോ അങ്ങനെ എന്തെങ്കിലും? ടെലിഗ്രാമും വാട്സപ്പ് ഗ്രൂപ്പും ഇല്ല, കമ്മ്യൂണിറ്റി ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ത്രൂ മെന്റർ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാതും മെസ്സേജസ് ഒക്കെ ഡെലിവർ ആവുന്നത് കേട്ടോ. കമ്മ്യൂണിറ്റി ഉണ്ട്. കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ഇത് കമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ലേൺ വൈസ് എന്ന് വരുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളത് ഉള്ള ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്തോളൂ. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റ്സ് മൊത്തം അതിലുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ആരാണ് വരുന്നത്? ആരൊക്കെ ഇനി പരിചയപ്പെടുത്താൻ? എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. റാബിയ വരൂ. റാബിയ വരൂ. റാബിയ, പാലക്കാടാണ് സ്ഥലം. പ്ലസ് ടു കഴിഞ്ഞിട്ട് കുറച്ചായി. പറയൂ ഒരു ക്വാളിറ്റി നമ്മളൊന്ന് കേക്കട്ടെ. ക്വാളിറ്റി എന്താ? റീഡിങ് കുറേശ്ശെ വായിക്കും. കുറേശ്ശെ അല്ലേ? കുറേയുള്ള ക്വാളിറ്റി. കുറേയുള്ള ക്വാളിറ്റി അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. പറയുന്നത് കേട്ടോണ്ടിരിക്കാം. എല്ലാവർക്കും എന്തായാലും എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടാവും. എന്തെങ്കിലും ഒരു ക്വാളിറ്റി. എന്താ പറയാ? ഡിറ്റർമിനേഷൻ, കറേജ്, പേഷ്യൻസ്. പേഷ്യൻസ് ഇല്ല, കുറച്ച് കറേജ് ഉണ്ട്. പേഷ്യൻസ് ഇല്ലേ? ക്ഷമ കുറവാ. കണ്ട ഞാൻ വിചാരിച്ചു ഭയങ്കര പേഷ്യൻസ് ഉള്ള ആളാണ്. ഞാനും അതെ. അല്ലേ? നിങ്ങൾക്കും തോന്നിയില്ലേ? റാബിയുടെ ഫേസ് കണ്ടപ്പോ ഭയങ്കര ക്ഷമയുള്ള ഒരു കുട്ടിയുടെ ഫേസ് എനിക്കും തോന്നി. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണ് അത്രേ. അതാണ് നമ്മൾ കാണുന്നതല്ല അല്ലേ? ഓക്കെ റാബിയ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. നന്നായി പഠിക്കും കേട്ടോ. നെക്സ്റ്റ് ആരാണ്? പ്രാർത്ഥന പരിചയപ്പെട്ടിരുന്നോ? പ്രാർത്ഥന കോഴിക്കോട്. കേൾക്കണ്ട് മാം? പറയൂ. പ്രാർത്ഥന നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടീന പരിചയപ്പെട്ടോ? ഹലോ മാം, എന്റെ പേര് ടീന. ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത്.
ഞാനിപ്പോ ഒരു സ്പെഷ്യൽ സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യണാണ്. ഞാൻ B.Ed കഴിഞ്ഞപ്പോ ഡിഗ്രി ജോയിൻ ചെയ്തു, BA തന്നെ. പക്ഷെ ഫസ്റ്റ് ഇയർ പോയപ്പോ തന്നെ ഡ്രോപ്പ് ആയി. പിന്നെ നമുക്ക് ഈ ഒരു ടീച്ചിങ് ഫീൽഡിൽ നമുക്ക് ഡിഗ്രി മസ്റ്റ് ആണ്. അപ്പോ പെർമനന്റ് ആയിട്ട് പോയി വരാനുള്ള പഠിക്കാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ ഓൺലൈൻ തന്നെ നമ്മൾ സെലക്ട് ചെയ്തു. എന്റെ എന്താ പറയാ, ഞാനിപ്പോ സ്പെഷ്യൽ സ്കൂൾ ആയതുകൊണ്ട് ഏത് കാറ്റഗറിയിലെ കുട്ടികളെയും മാനേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എനിക്കുണ്ടെന്നുള്ള കോൺഫിഡൻസ് ഉണ്ട് നന്നായിട്ട്. നല്ലൊരു ക്വാളിറ്റിയാണ് കേട്ടോ. കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഹലോ മാം. നമ്മളിപ്പോ വിചാരിക്കുമല്ലോ, ഏറ്റവും കൂടുതൽ വലിയ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരാണ് വലിയ ടീച്ചർമാര്, +2 പഠിപ്പിക്കുന്നവര്, പഠിപ്പിക്കുന്ന പ്രൊഫസർമാരാണ് വലിയ ടീച്ചർമാര് എന്നൊക്കെ നമ്മളൊരു സങ്കല്പമാണ്. അവരൊക്കെ വലിയവർ തന്നെ. പക്ഷെ ഏറ്റവും കൂടുതൽ ടഫ് എന്ന് പറയുന്നത്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കിൻഡർ ഗാർഡൻ, അതുപോലെ ചെറിയ കുട്ടികളെ മാനേജ് ചെയ്ത് അവരെ നല്ല രീതിക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു ടഫ് ടാസ്കും. ആ ടാസ്കിനാണ് ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി വേണ്ടത്. അപ്പൊ അതില് ഓക്കെ. നെക്സ്റ്റ് താങ്ക് യു ടീച്ചർ. പ്രാർത്ഥന തിരിച്ചു വന്നു തോന്നുന്നു കേട്ടോ. പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. പ്രാർത്ഥന അത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ വീഡിയോ സംസാരിക്കും. നെറ്റ് പോയതാ മാം. ഓക്കെ. എന്റെ പേര് പ്രാർത്ഥന, കോഴിക്കോട് ജില്ലയാണ്. സെറ്റിൽഡ് സൗദി അറേബ്യയിലാണ്. ഞാനിപ്പോ ലേൺ വൈസില് BA ഇംഗ്ലീഷിന് ജോയിൻ ചെയ്ത് ഇംഗ്ലീഷ് കുറച്ച് അറിവാൻ വേണ്ടിയിട്ടാണ്. ഒരു ക്വാളിറ്റി പറയൂ പ്രാർത്ഥന. പിന്നെ വേറെ ക്വാളിറ്റി എന്ന് പറഞ്ഞാല് കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്, ഇത് കാര്യമായാലും. ഓക്കെ, വെരി ഗുഡ് പ്രാർത്ഥന. ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ ഇരിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ വൈൻഡപ്പ് ചെയ്താലോ? കാരണം ഓൾറെഡി നമ്മൾ കഴിഞ്ഞു. അപ്പൊ നമുക്ക് നമ്മുടെ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയി തുടങ്ങിയിരിക്കുന്നു. സോ നിങ്ങളുടെ കുറച്ച് പേര് ഒരു ഫീഡ്ബാക്ക് ഒക്കെ പറയൂ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് സെഷൻ, നിങ്ങളുടെ ബാച്ച്മേറ്റ്സ് ഒക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ ഓരോരുത്തരായിട്ട് വന്ന് പറയൂ. അതിനും പേര് വിളിക്കേണ്ടി വരുമോ? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആഫ്റ്റർ ലോങ് ടൈം ആണ് ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും എല്ലാരും കൂടെ ഒരുമിച്ച് കാണുന്നത്. നല്ലൊരു ക്ലാസ് റൂം എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷായി, തിരിച്ച് കോളേജിൽ ചേർന്ന പോലത്തെ ഒരു ഫീല്. അതെല്ലാവർക്കും കിട്ടിയെന്ന് തോന്നുന്നു ഒരു പരിധി വരെ. കുറേ നാൾ പഠിക്കാൻ കയറിയതിന്റെ ഒരു ഭയങ്കര സന്തോഷം. ഒരുപാട് പേരെ കണ്ടു, ടീച്ചേഴ്സിനെ കണ്ടു. അതെ, എനിക്കും അതെ. കുറെ കാലത്തിന് ശേഷം നമുക്കൊരു ക്ലാസ് റൂമിൽ ഇരുന്നൊരു പ്രതീതി. പക്ഷെ ഇപ്പോഴാണ് കേട്ടോ നമ്മള് ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ പ്രതീതിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് കാണുന്നത്. ചെറുതിൽ ആർക്കും ചിലപ്പോ ക്ലാസ് റൂമിൽ ഇരിക്കണ അത്ര വലിയ രസമുള്ള ഒരു പ്രതീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. സത്യല്ല, അത് റിയലൈസ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ഇതിന് ചെയ്യുന്നത്. ആ കാലത്ത് നമുക്ക് റിയലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലല്ലോ. കപ്പാസിറ്റി അല്ല, നമ്മൾ റിയലൈസ് ചെയ്യൂല. ഇപ്പോഴും കളക്ടർ പേജിൽ പോയിട്ട് കളക്ടറുടെ പേജിൽ പോയിട്ട് അത് റിയലൈസ് ചെയ്തുകൊണ്ടാണല്ലോ തിരിച്ച് നമ്മൾ വീണ്ടും വന്നത്. അതെ, അത് നമുക്ക് റിയലൈസ് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലേ. നമ്മൾ വൈകിയാണെങ്കിൽ ചിലപ്പോൾ പല കാര്യങ്ങളും റിയലൈസ് ചെയ്യും. പക്ഷെ ഇപ്പൊ നിങ്ങൾ റിയലൈസ് ചെയ്ത് നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യാനൊക്കെ പറ്റി. കുറെ കാലം കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ പ്രായം പോയേനെ. ഇപ്പൊ നമ്മുടെ കറക്റ്റ് ടൈമിൽ വന്നിട്ട് ജോയിൻ ചെയ്തിട്ട് പഠിക്കാനുള്ള ഒരു സമയത്താണല്ലോ നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. ബാക്കി കുറെ പേരൊക്കെ നിന്ന് ലെഫ്റ്റ് ആയോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. 27 പേര് ഇപ്പോൾ ഉണ്ടല്ലോ. ഓക്കെ, ഇനി ഒരു രണ്ടാളും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ആക്ഷൻ ടാസ്ക് ഒന്ന് കാണിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. 2-3 പേര് ഒന്ന് കാണാൻ പറ്റി. അനു എവിടെ? അനു ആരാണ്? അനു ഏറ്റവും ചെറിയ കുട്ടി അനു ആണെന്നൊക്കെ പറയുന്നു. അനു ക്യാമറ ഓൺ ആക്കൂ. അനു എന്നല്ലല്ലോ ശരിക്കുള്ള പേര്. യെസ്, വരൂ, മുന്നോട്ട് വരൂ, സംസാരിക്കും. ചാറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല, നമ്മളുടെ മുഖം കാണിച്ച് സംസാരിക്കേണ്ടതാണ് നമ്മുടെ ധൈര്യം. യെസ്, വരൂ. പറയൂ, ഓപ്പണായിട്ട് പറയും. ധൈര്യക്കുറവൊന്നുമില്ല, പക്ഷെ ചെറുതായിട്ട്. ഓക്കെ, അപ്പൊ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും നമുക്ക് ഉണ്ട്, നമ്മളുടെ ബാച്ചിലുണ്ട്. അപ്പൊ അത് തന്നെയാണ് നമ്മളുടെ ഒരു സ്ട്രെങ്തും നമ്മുടെ ഒരു കോൺഫിഡൻസും. ഓക്കെ, ഇനി ആർക്കും പറയാനില്ലല്ലോ. ഇനി ആർക്കെങ്കിലും പറയാനെങ്കിൽ വേഗം വന്ന് പറയൂ.
അനുവിന്റെ ഏജ് ഒക്കെ ചോദിക്കുന്നല്ലോ ഓരോരുത്തര്. അതാ ഇൻബോക്സിൽ അടി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ഏജ് പറഞ്ഞു. നമുക്ക് അടുത്ത കേസ് എന്താ? സ്റ്റുഡൻസ് ആണ്, അങ്ങനെ ഏജ് ഒന്നും ഇവിടെ പ്രശ്നമല്ല കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ 60 വയസ്സാണെങ്കിലും 20 വയസ്സാണെങ്കിലും ഒന്നും നമുക്ക് കുഴപ്പമില്ല. എല്ലാവരും പോലെ കാണുന്നു. ഞാൻ കരുതി ഞാനായിരിക്കും ഈ കൂട്ടത്തിലെ ഏറ്റവും ചെറുതെന്ന്. അപ്പഴാനും ഒന്ന് പറഞ്ഞേ. ആരാ അങ്ങനെ കരുതിയ ആൾക്കാരൊന്ന് വരും നോക്കട്ടെ. കരുതിയ ആൾക്കാർക്ക് പക്ഷെ ക്യാമറ ഓൺ ആക്കാൻ ഭയങ്കര മടി. കൂടുതൽ പ്രായ ആൾക്കാർക്കാണ് ക്യാമറ ഓൺ ആക്കാൻ വളരെ കോൺഫിഡൻസ് അല്ലേ? അതെ. പ്രായം കുറഞ്ഞവർക്ക് ക്യാമറ ഓൺ ആക്കാൻ ഭയങ്കര മടി. പ്രായം കൂടിയ ആൾക്കാർക്ക് ക്യാമറ ഓൺ ആക്കാൻ തീരെ മടിയില്ല. പ്രായം കൂടുതലായി ആരാ പ്രായം കൂടിയ ആളുടെ? അപമാനിക്കുന്നുണ്ട്. മിസ് ഒരു റിക്വസ്റ്റ്, ഒരു കാര്യം പറയണ്ടേ? ആരത് പറയൂ. ഒരു ഒരു ടൈമിങ്ങിന്റെ കാര്യം. ഇതൊരു 7 എന്നുള്ളത് 7:30 എന്നുള്ള ഇതാക്കാൻ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഒരു അരമണിക്കൂർ കൂടെ ഇങ്ങോട്ട്. അത് നമുക്ക് ടൈമിങ് ഒരു പ്രശ്നമാണ്. 7 എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ റിക്വസ്റ്റ് ആയിട്ട് ചോദിക്കും കേട്ടോ, എല്ലാവരുടെയും ഇതുകൂടെ നോക്കണമല്ലോ. അത് ആക്ച്വലി നമുക്ക് എപ്പോഴും 7 ആവണമെന്നില്ല കേട്ടോ. ചിലപ്പോ നിങ്ങൾക്ക് 7 ആവും, 7:30 ആവും, 8 ആവും, 8:30 ആവും. അത് നമ്മളുടെ കുറെ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അത് വെക്കുന്നത്. നമ്മുടെ അക്കൗണ്ടിന്റെ അവൈലബിലിറ്റി, നമ്മളുടെ ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റീസിന്റെ സൗകര്യം, അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അത് വെക്കുന്നത്. സോ അതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഇന്ന് നിങ്ങൾക്ക് 7 തന്നെ വരണമെന്നൊന്നുമില്ല. ചിലപ്പോൾ 7:30 ആവും, ചിലപ്പോൾ 8 ആവും, അങ്ങനെയൊക്കെ വരും കേട്ടോ. ടൈം ഇങ്ങനെ മാറി മാറി വരുന്നത്. ഈ ഒരു ടൈം ആയിരിക്കത്തില്ല, ഈ ടൈം എപ്പോഴും ഈ ടൈം തന്നെ വരണമെന്നില്ല കേട്ടോ. പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുള്ളതുണ്ട്. എല്ലാ സാധനവും നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ടും കിട്ടും. അതുകൊണ്ട് പേടിക്കേണ്ട, മിസ്സായി എന്നുള്ള ഒരു വിഷമം ഒന്നും ആർക്കും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, നിങ്ങളൊന്ന് ക്യാമറ ഓൺ ആക്കൂ. അപ്പൊ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ജയ്ഷ നമുക്ക് ആക്ഷൻ ടാസ്ക് കൊടുത്താലോ? ഓക്കെ ആക്ഷൻ ടാസ്ക് കൊടുക്കാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ആക്ഷൻ ടാസ്ക് നിങ്ങൾക്ക് തരാം. ഇത് ആക്ഷൻ ടാസ്ക് എന്ന് പറയുമ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നു. ഇത് ഇന്നത്തെ ഓരോ സെഷൻ കഴിയുമ്പോഴും ഓരോ ആക്ഷൻ ടാസ്ക് തരും. ഇത് ഇന്നത്തെ ആക്ഷൻ ടാസ്ക് ആണ്. ഓറിയന്റേഷൻ പ്രോഗ്രാം 8.0 ഡിസ്കവർ ലേൺ അച്ചീവ്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തീമിന്റെ കാര്യം, ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞു. ഇതാണ് നമ്മളുടെ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് വെൽക്കം മീറ്റ് നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എനിക്ക് ഇത് സെൻഡ് ചെയ്ത് തരിക. നിങ്ങളുടെ പേര്, എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, പ്ലേസ്, സ്ട്രെങ്ത്, ഹോബീസ്, ജോബ് ഇഫ് എനി ഉള്ളവർ മാത്രം അയച്ചാൽ മതി. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ നെയിം എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേര് എഴുതുക. എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ എന്താണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന, +2 ആണോ, അത് ഡിപ്ലോമയാണോ, അത് നിങ്ങൾ എഴുതുക. അതുപോലെ തന്നെ ആരും ഫോട്ടോ എടുക്കണ്ട, അതൊക്കെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ പ്ലേസ് എന്ന് പറയുന്നത് കോഴിക്കോടോ എവിടെ നിങ്ങളുടെ സ്ഥലം എന്ന് വെച്ചാൽ സ്ഥലം. സ്ട്രെങ്ത്, നിങ്ങൾ കുറെ പേര് സ്ട്രെങ്ത് പറഞ്ഞില്ലേ, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, അപ്പൊ അത് നിങ്ങൾ എഴുതുക. പിന്നെ ഹോബീസ്, എന്തൊക്കെയാണ് നിങ്ങളുടെ ഹോബീസ്. പിന്നെ ജോബ് ഉണ്ടെങ്കിൽ എഴുതുക, ഇല്ലെങ്കിൽ എഴുതണ്ട, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇനിയിപ്പോ നമ്മള് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മള് എല്ലാവരും ബാച്ച്മേറ്റ്സ് പരിചയപ്പെട്ടു. ഇനി അടുത്ത കുറച്ച് സെഷൻസ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷനാണ്. ആരും ഇപ്പാവാതെ കയറി കാണേണ്ട സെഷൻസ് ആണ്. കാരണം നമുക്ക് ഇഗ്നോനെ കുറിച്ചിട്ട്, അതുപോലെ ലേൺ വൈസിലെ ഡിഫറെന്റ് പ്ലാറ്റ്ഫോംസ്, പലർക്കും ആപ്പിനെ കുറിച്ചൊക്കെ കുറെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. ആപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്ന സെഷൻ ഉണ്ടായിരിക്കും. അതേപോലെ സിലബസ്, നിങ്ങളുടെ BA സിലബസിനെ കുറിച്ച് പറഞ്ഞിരുന്ന സെഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ആ സെഷൻസിലൊക്കെ നിങ്ങൾ ആക്റ്റീവായിട്ട് പങ്കെടുക്കുക. ഇതേപോലെ നല്ല രീതിയിൽ പങ്കെടുക്കുക. അപ്പൊ അവിടെ നമ്മൾ ഈ എനർജി കളിക്കേണ്ട ഗെയിംസ് കളിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അവിടെ നമ്മൾ കുട്ടികളായിട്ട് ഇരുന്ന് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് സീരിയസ് ആയിട്ട് നമ്മൾ ഇനി പഠിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ സീരിയസ്നെസ് ഒക്കെ നമ്മൾ ഇനി പുതിയതായിട്ട് എടുക്കാൻ വേണ്ടി പോവാണ്. ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ടു, കുറെ കളിയും ചിരിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് പഠിത്തത്തിലേക്ക് പോവാണ്. ഓക്കെ, പഠിത്തത്തിലേക്ക് പോകുമ്പോഴും നമ്മളുടെ ഉള്ളിലെ ഇന്നസെൻസും കുട്ടികളെയൊന്നും നിർത്തരുത്. ഇതേപോലെ തന്നെ ഇന്നസെന്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതുപോലെ പുതിയ പുതിയ കോഴ്സുകൾ ചെയ്യാനൊക്കെ ഉള്ള ഒരു ഊർജ്ജം കിട്ടുന്നത്. അപ്പോൾ ഇതന്നെ മുന്നോട്ട് പോവുക, വളരെ സ്ട്രോങ് ആയിട്ട് വളരെ നല്ല രീതിയിൽ ഈ ഒരു ഇയർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ. ഇതേപോലെ ഇത്രയും സമയം നിങ്ങളുടെ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയിൽ മാറ്റി വയ്ക്കാൻ വേണ്ടി കാണിച്ച നിങ്ങളുടെ മനസ്സിന് ഞാൻ നന്ദി പറയുന്നു. ഒപ്പം മേഘ മാമിനും ഫാത്തിമ മാമിനും ഞാൻ എന്റെ നന്ദി നിങ്ങൾക്ക് വേണ്ടി കൂടി പറയുന്നു.